ബി.ജെ.പിയുടെയും നരേന്ദ്രമോദിയുടെയും കപട രാഷ്ട്രീയത്തെ അതേ നാണയത്തിൽ തന്നെ നേരിട്ട് ലോകസഭയിൽ വെള്ളം കുടിപ്പിക്കാറുള്ള മഹുവ മൊയ്ത്രയെ അത്ര പെട്ടെന്ന് പാർലമെൻറ്റിൽ നിന്നും വലിച്ചെറിയാമെന്ന് കരുതിയ ബി.ജെ.പിക്ക് കണക്ക് തെറ്റി. മഹുവ മൊയ്ത്രയുടെ ഹർജിയിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെ മറുപടി തേടിയിരിക്കുകയാണിപ്പോൾ സുപ്രീം കോടതി. ചോദ്യത്തിന് കൈക്കൂലി വാങ്ങിയെന്ന കാരണത്താലാണ് ബി.ജെ.പി സർക്കാർ മൊയ്ത്രയെ പാർലമെൻറ്റിൽ നിന്നും പുറത്താക്കിയത്. അങ്ങനെ പാർലമെൻറ്റിൽ നിന്നും പുറത്താക്കിയതിനെതിരെയാണ് മഹുവ മൊയ്ത്ര ഇപ്പോൾ ഹർജി നൽകിയത്. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, എസ്.വി. ഭാട്ടി എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. മാർച്ച് 11 സുപ്രീം കോടതി ഹർജി മാറ്റിയിട്ടുണ്ട്. പ്രതികാരദാഹികളായ ബി.ജെ.പി പറയുന്നത് പോലെ ചോദ്യത്തിന് കോഴ വാങ്ങിയതിന് തെളിവില്ല എന്നായിരുന്നു മഹുവ മൊയ്ത്ര ഉന്നയിക്കുന്ന പ്രധാന വാദം. അതാണ് കോടതി കേട്ടത്. വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ബി.ജെ.പി ഇത് ഉന്നയിച്ചത്. എന്നാൽ പരാതിക്കാരായ നിഷികാന്ത് ദുബെ എന്ന ബി.ജെ.പി എം.പിക്കോ മുൻ പങ്കാളി ആനന്ദ് ദെഹദ്രായിക്കോ എത്തിക്സ് കമ്മിറ്റിക്ക് മുന്നിൽ ഒരു തെളിവും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, താൻ പണം വാങ്ങിയെന്ന് ഹിരാനന്ദാനി ഗ്രൂപ്പ് സിഇഒ ദർശൻ ഹിരാനന്ദാനി നൽകിയ സത്യവാങ്മൂലത്തിലും പറയുന്നില്ല. ഭൂരിപക്ഷം എം.പിമാരും ചോദ്യങ്ങൾ തയ്യാറാക്കാൻ പാർലമെൻറ്റ് പോർട്ടലിൻ്റെ ലോഗിൻ വിവരങ്ങൾ കൈമാറാറുണ്ട് എന്നുള്ളത് സത്യമാണ്. അതേ താനും ചെയ്തിട്ടുള്ളൂ എന്നും അത് തടയാൻ നിയമങ്ങൾ നിലവിലില്ലായിരുന്നുവെന്നുമാണ് മഹുവ മൊയ്ത്രയുടെ വാദം. ഇക്കാര്യങ്ങൾ പറയാൻ എത്തിക്സ് കമ്മിറ്റി അവസരം നൽകിയില്ലെന്നും സ്വാഭാവിക നീതി അവിടെ നിഷേധിക്കപ്പെട്ടുവെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് മഹുവ മൊയ്ത്ര നിയമ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അതിലാണിപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യം മൊയ്ത്ര വെളിപ്പെടുത്തുമ്പോഴും എം.പിമാരുടെ രഹസ്യവിവരങ്ങൾ കൈമാറരുത് എന്ന നിബന്ധന പാർലമെൻറ്റിൽ ഉണ്ടെന്നും അത് മഹുവ മൊയ്ത്ര ലംഘിച്ചുവെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബി.ജെ.പി. 2005 കീഴ്വഴക്കമാണ് പാർലമെൻറ്റ് പിന്തുടരുന്നത് എന്നായിരുന്നു അന്ന് സ്പീക്കറുടെ നിലപാട്. അതായത് ബി.ജെ.പിയുടെ കള്ളത്തരങ്ങൾ പിടിച്ചെടുക്കുന്ന മഹുവയെ എങ്ങനെയെങ്കിലും പാർലമെൻറ്റിൽ നിന്നും പുറത്താക്കണം അവർക്ക്. അതിനായി അവർ പലതും പുറത്തിറക്കി. പക്ഷേ മഹുവയുടെ ലോകസഭാംഗത്വം റദ്ദാക്കാനുള്ള അധികാരം അത് പാർലമെൻറ്റിൻ്റെ ലോകസഭയ്ക്കില്ല എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. അതിലാണിപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ജനപ്രതിനിധിയെ വെറുതെ പിടിച്ച് പുറത്താക്കാൻ കഴിയില്ലെന്നും ഇനിയും ശക്തമായി തിരിച്ചു വരുമെന്നുമുള്ള പ്രതിജ്ഞയിലുള്ള മഹുവയുടെ പോരാട്ടം ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഫലം കാണും എന്ന് ഏകദേശം ഉറപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് എടുക്കുന്തോറും നിയമ പോരാട്ടത്തിൻ്റെ വീതിയിൽ മഹുവയ്ക്കുള്ള വിജയം ബി.ജെ.പിയെ ഭയപ്പെടുത്തി തുടങ്ങി. ഇനി ഹർജി പരിഗണിക്കുമ്പോൾ മാർച്ചിൽ ഹർജി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മഹുവ മൊയ്ത്രക്കാണ് ഒരു പക്ഷേ വിജയമെങ്കിൽ ബി.ജെ.പി ഈ രാജ്യത്ത് നാണം കെടുമെന്നുള്ളത് ഉറപ്പാണ്.